എനിക്കാണെങ്കിൽ പണിയെടുക്കാൻ മടിയാവുന്നു. അടുക്കളയിലാണെങ്കിൽ 100 കൂട്ടം പണിയുണ്ട്. എന്താ ചെയ്യാ? ഐഡിയ, അമ്മേനൊന്ന് വിളിച്ച് വരുത്താം. അമ്മേനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ എല്ലാ പണിയും എടുത്തോളും. എനിക്ക് ഉറപ്പുണ്ട് അമ്മ ഒന്ന് വരും. കാരണം അമ്മ ഇവിടെ വീട്ടിലൊറ്റയ്ക്കല്ല, അച്ഛനായിരിക്കും പണിക്കും പോയി കാണും. അയ്യോ, ഒന്ന് ഞായറാഴ്ചയല്ല, അച്ഛൻ വീട്ടിലുണ്ടാവുമല്ലോ. ചിലപ്പോൾ അച്ഛൻ പോയി കാണുമായിരിക്കും. എന്തായാലും അമ്മേനെ വിളിച്ചു നോക്കാം. ഹലോ അമ്മ. എത്ര അമ്മേനക്ക് വിളിച്ചിട്ട്. അയ്യോ, ഞാൻ അമ്മേനെ വിളിച്ച് കാര്യം പറയാൻ മറന്നുവല്ലോ. അമ്മ, അതെ, അമ്മ നിന്ന് വീട്ടിലേക്ക് വരണം. കാരണം ഏട്ടൻ്റെ അമ്മ വരുന്നുണ്ട്. ഒന്ന് വരുമോ? നല്ല മഴയല്ലേ, അപ്പം അച്ഛൻ പോയോ? എന്നാൽ അമ്മ ഒറ്റയ്ക്കല്ല, അമ്മ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. സത്യം? യെസ്, എന്നാൽ ശരി അമ്മ. ശരിടാ, കുറേ നേരം കഴിഞ്ഞില്ല, അമ്മ എന്താ വരാത്ത? മോളെ, അമ്മ എത്തി. വന്നില്ലേ? ഞാൻ നീ എന്നെ നേരത്തെ വിളിച്ചു. ഞാൻ എപ്പോഴല്ലേ എത്തിയേ? ഇതുവരെ വന്നില്ലേ? ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടല്ലേ എത്തിയേ? അമ്മ, അത് പിന്നെ അമ്മ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടൻ്റെ അമ്മയും കൂടെ വരുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതാണെന്ന് വിചാരിക്കാം. ഒരു ചെറിയ കള്ളത്തരം. ഇതേ ചെറിയ കള്ളത്തരൊന്നല്ല, വലിയ കള്ളത്തരാ. കള്ളി. എനിക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായി മോളെ. നീ നേരത്തെ ഫോൺ കോൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു. ഞാനിവിടെ വന്ന് ഇവിടെയുള്ള എല്ലാ പണിയും ഞാൻ എടുക്കണം. അതല്ലേ നിൻ്റെ ആഗ്രഹം? മോളെ, നിന്നെ ഇന്നലെയായിട്ട് കാണാൻ തുടങ്ങിയതല്ല, കേട്ടല്ലോ. എനിക്ക് എന്നെ പണ്ട് മുതലേ അറിയാം, കേട്ടല്ലോ. എന്നാ അമ്മ പോയി മനസ്സിലായില്ലേ? അമ്മ പോയി പണിയെടുത്തോ. ഇനി സ്വസ്ഥതായിട്ട് ഫോൺ കാണാം. അമ്മ അടുക്കളയിൽ പോയിട്ട് കുറേ നേരമായല്ലോ, ഒന്ന് പോയി നോക്കാം. അല്ല അമ്മ ഉണ്ടാക്കി കഴിഞ്ഞു മോളൊന്നും ടേസ്റ്റ് നോക്കി. അതിനെന്തമ്മ ഞാൻ ടേസ്റ്റ് നോക്കാലോ? നോക്കട്ടെ. എന്തൊരുപ്പമ്മേ! എനിക്ക് വേണ്ട.